ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. സയനിസ്റ്റ് തീവ്ര ചിന്താഗതിക്കാരുടെയും വംശീയവാദികളുടെയും കൂടാരമായ ഇസ്രായേൽ മന്ത്രിസഭ ഗസ വെടിനിർത്തലിന് അംഗീകാരം നൽകിയിരിക്കുന്നു. വെടിനിർത്തലിനും ബന്ദികളെ കൈമാറാനുമുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള കരാറിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭയാണ് അംഗീകാരം നൽകിയത്. കരാറിന് അംഗീകാരം നൽകിയെന്ന് വെള്ളിയാഴ്ച രാവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രഖ്യാപിച്ചതായി ദി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രതിനിധികളായി സ്റ്റീവ് വിൽക്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കൃഷ്ണറും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മന്ത്രിസഭ അംഗീകരിച്ച് 24 മണിക്കൂറിനകമാണ് വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പിൽ വരിക. 24 മണിക്കൂറിനകം സൈന്യം പൂർണ്ണമായും മടങ്ങുമെന്നാണ് സൂചന. 72 മണിക്കൂറിനകം ഹമാസ് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കും. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം സംബന്ധിച്ച കരാർ ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിച്ചു എന്നതാണ് അർത്ഥമാക്കുന്നതെന്ന് US-ൽ നിന്നും മധ്യസ്ഥരിൽ നിന്നും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ഹമാസ് ചർച്ചാ സംഘത്തിന്റെ തലവൻ ഖലീൽ അൽ ഹയ്യ പറയുന്നു. യുദ്ധം ആരംഭിച്ച ശേഷമുള്ള മൂന്നാമത്തെ വെടിനിർത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഗസയുടെ തുടർഭരണം പോലുള്ള നിർണായക വിഷയങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. വോട്ടെടുപ്പിൽ വലതുപക്ഷ ഇസ്രായേലി വിഭാഗങ്ങൾ കരാറിനെ എതിർത്തതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഗസയിൽ ഹമാസ് ഭരണം തുടരാൻ അനുവദിക്കുന്ന ഒരു സർക്കാരിൻ്റെയും ഭാഗമാകില്ലെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമർ ബെൻഗിർ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തെന്ന് പുറത്തു വന്നിട്ടില്ല. അതേസമയം ബഹുരാഷ്ട്ര ഏകോപന സംഘത്തിന്റെ ഭാഗമായി വെടിനിർത്തൽ കരാറിനെ പിന്തുണക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി അമേരിക്ക ഏകദേശം 200 സൈനികരെ ഇസ്രായേലിൽ വിന്യസിക്കുന്നുണ്ടെന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സൈനിക സുരക്ഷാ സഹായങ്ങൾക്കും മറ്റു സഹായങ്ങൾക്കുമായി US സെൻട്രൽ കമാൻഡ് ഒരു സിവിൽ മിലിറ്ററി ഏകോപന കേന്ദ്രവും സ്ഥാപിക്കും. ഈജിപ്ത്, ഖത്തർ, തുർക്കി, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈന്യം ഈ ശ്രമത്തിൽ പങ്കുചേരും. എന്നാൽ ഒരു അമേരിക്കൻ സൈനികനും ഗസയിൽ പ്രവേശിക്കില്ലെന്നും കരാർ പറയുന്നു. ബന്ദികൾ നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയാൽ US പ്രസിഡന്റ് ട്രംപ് പ്രദേശം സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ കസ്റ്റഡിയിലുള്ള പലസ്തീൻ തടവുകാരെ തിങ്കളാഴ്ച വിട്ടയക്കുമെന്നാണ് സൂചന. ഹമാസ് കസ്റ്റഡിയിലുള്ള അവശേഷിക്കുന്ന ഇസ്രായേലി ബന്ദികളെ ഉടൻ മോചിപ്പിക്കും. 48 ബന്ദികളാണ് ഹമാസിന്റെ പക്കലുള്ളത്. ഇതിൽ ജീവനോടുള്ള 20ഓളം ബന്ദികളെ മോചിപ്പിക്കുകയും ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യും. പലസ്തീനിൽ നിന്ന് പിടികൂടി തടങ്കിലാക്കിയ 250 തടവുകാരെയാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ വിട്ടയക്കുക. മോചിപ്പിക്കേണ്ട ബന്ദികളുടെയും തടവുകാരുടെയും പട്ടിക കഴിഞ്ഞ ദിവസം തന്നെ ഹമാസും ഇസ്രായേലും പരസ്പരം കൈമാറിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൈന്യത്തെ പിൻവലിക്കുക, പ്രദേശത്തേക്ക് സഹായം എത്തിക്കുക, തടവുകാരെ കൈമാറുക എന്നിവ ഇസ്രായേൽ കാലതാമസമില്ലാതെ നടപ്പിലാക്കുമെന്ന് ഉറപ്പാക്കാൻ ട്രംപിനോടും മധ്യസ്ഥരോടും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അതിർത്തികൾ തുറക്കുകയും ഗസയിലേക്കുള്ള സഹായങ്ങൾ എത്തിക്കുകയും ചെയ്യും. യുദ്ധം അവസാനിച്ചു. ഫലസ്തീൻ സ്വയം നിർണയാവകാശവും രാഷ്ട്രമെന്ന സ്വപ്നവും പിന്തുടരുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഖലീൽ അൽ ഹയ്യ പ്രതികരിച്ചു.